ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വാട്ടർ എക്സസിനെ പറ്റിയാണ്. ഇതിന് കുറേ പേരുകളുണ്ട്. ഞാൻ പുസ്തകത്തിൽ നോക്കിയപ്പോൾ ഒരു 15ഓളം പേരുകളുണ്ട്. അപ്പോൾ അതിൽ 2-3 പേര് ഞാൻ പറയാം. വാട്ടർ എക്സസ്, വാട്ടർ ഓവർലോഡ്, വാട്ടർ ഇൻടോക്സിക്കേഷൻ, ഇതെല്ലാം ഒരേ സംഗതി തന്നെ. നമ്മുടെ ശരീരത്തിലെ ഒരു വളരെ പ്രധാന ഘടകമാണ് വാട്ടർ. ഉദാഹരണത്തിന് ഒരു 65 കിലോ ഉള്ള ഒരാളിന് 40 ലിറ്റർ വെള്ളമാണ് പുള്ളിയുടെ ശരീരത്തിലുള്ളത്. ഇപ്പൊ 40 ലിറ്ററിൽ 3 ലിറ്റർ പ്ലാസ്മ വാട്ടറാണ്, പിന്നെ പോയിട്ട് 9 ലിറ്റർ ഇന്റർ സെല്ലുലാർ വാട്ടറാണ്, 28 ലിറ്റർ ഇൻട്രാ സെല്ലുലാർ വാട്ടറാണ്. അപ്പൊ സാധാരണ ഒരാൾക്ക് ഏകദേശം 2.5 ലിറ്റർ മൂത്രം പോകത്തക്ക രീതിയിൽ വെള്ളം കുടിക്കണം ഒരു ദിവസം. അപ്പോൾ അത് വേനൽക്കാലത്ത് കുറേ വേർപ്പായിട്ട് പോകും, എന്നാലും 2.5 ലിറ്റർ മൂത്രം പോകത്തക്ക രീതിയിലുള്ള വെള്ളം കുടിക്കണം. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വെള്ളം കുടിക്കുന്ന ഒരു ആളിൻ്റെ മൂത്രത്തിന് ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കും. ഈ വെള്ളത്തിൻ്റെ അളവ് കുറയും തോറും, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും തോറും മൂത്രത്തിൻ്റെ കളർ കൂടിക്കൂടി ഒരുമാതിരി ഡാർക്ക് കളർ വരെ ആകും. അതേ സമയത്ത് വെള്ളം ധാരാളം അമിതമായിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ മൂത്രം കുറെ കൂടെ ഡൈല്യൂട്ടായിട്ട് ഏകദേശം പച്ചവെള്ളത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു കളറിലോട്ട് പോകും. അപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഡൈലൂഷണൽ ഹൈപ്പോനൈട്രീമിയ ഉണ്ടാകും. ബ്ലഡിലെ അവൈലബിൾ സോഡിയത്തിൻ്റെ അളവ് കുറയും. അതുപോലെ തന്നെ ബ്ലഡിലെ പൊട്ടാസ്യം, വേറെ ധാതുക്കളുടെയൊക്കെ അളവ് അങ്ങ് കുറയും. അപ്പോൾ സോഡിയത്തിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 135 മുകളിലാണ്. അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 3.5 തൊട്ട് 5.2 വരെ. അപ്പോൾ ഇവിടെ ഇതെല്ലാം താഴെ, ഈ 3.5 താഴെ പോകും. സോഡിയം ആണെങ്കിൽ 135 താഴെ. അപ്പോൾ വാട്ടർ ഓവർലോഡ് വരുമ്പോൾ പ്ലാസ്മ വാട്ടർ കൂടും, ഇന്റർ സെല്ലുലാർ വാട്ടർ കൂടും, ഇൻട്രാ സെല്ലുലാർ വാട്ടർ കൂടും. ബാക്കിയുള്ള ഈ ധാതുക്കളുടെയൊക്കെ പ്ലാസ്മ ലെവല് കുറയും, നോർമലിലൊക്കെ താഴെ. അപ്പോൾ സോഡിയം, ബ്ലഡിൽ സോഡിയം കുറഞ്ഞതിൻ്റെ സിംറ്റംസ് ഒക്കെ പേഷ്യൻ്റ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇവിടെ വാട്ടർ ഓവർലോഡ് വരുമ്പോഴുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഹെഡേക്ക്. മൈൽഡ് കേസിൽ ഏറ്റവും ആദ്യം ഹെഡേക്ക്, നോസിയ ആൻഡ് വോമിറ്റിംഗ്. നോസിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നതിനാണ് നോസിയ എന്ന് പറയുന്നത്. നോസിയ ആൻഡ് വോമിറ്റിംഗ്. അതുപോലെ മെൻ്റൽ കൺഫ്യൂഷൻ, അതുപോലെ അബ്നോർമൽ ബിഹേവിയർ. ചിലപ്പോൾ ഈ പേഷ്യൻ്റ് പിച്ചും പേയും പറയുക, ബോഡി വെയിറ്റ് കൂടാം, അതുപോലെ ശരീരത്തിൽ നീര് വരാം. ഇനി അത് കുറേ കൂടെ സിവിയർ കേസ് ആകുമ്പോൾ പേഷ്യൻറ്റിന് കൺവൾഷൻ വരാം, ചിലപ്പോൾ കോമ സ്റ്റേജിലോട്ട് പോകും. പേഷ്യൻറ്റിനെ എക്സാം ചെയ്യുമ്പോൾ എക്സ്റ്റൻസർ പ്ലാന്റർ റിഫ്ലക്സ് വരും, ചിലപ്പോൾ പ്യൂപ്പിള് അൺഈക്വലായിട്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം പേഷ്യൻറ്റിൻ്റെ സയൻസ്, സിംറ്റംസ്, അതുപോലെ വളരെയധികം വെള്ളം കുടിച്ചതിൻ്റെ ഒരു ഹിസ്റ്ററി. പിന്നെ നമ്മൾ ബ്ലഡിൽ നോക്കുമ്പോൾ ബ്ലഡ് ഈ സിറം സോഡിയം ലെവല്, സിറം പൊട്ടാസ്യം ലെവലൊക്കെ നോർമലിൽ താഴെ. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ്, റെസ്ട്രിക്ഷൻ ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ സലൈൻ്റെ അംശം ഇല്ലാത്ത ഫ്ലൂയിഡുകളെല്ലാം നിർത്തുക. അതുപോലെ 50 to 100 ml 5% സലൈൻ റിപ്പീറ്റഡ്ലി. പേഷ്യൻറ്റിൻ്റെ സിറം സോഡിയം ലെവല് ഒരു 130 വരെ വരും വരെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. യാതൊരു കാരണവശാലും ഐസോട്ടോണിക് സലൈൻ കൊടുക്കാതിരിക്കും. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട അഡ്വൈസ്, പേഷ്യൻറ്റിന് കൊടുക്കേണ്ട അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും വെള്ളം അമിതമായിട്ട് കുടിക്കാതിരിക്കും. അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മൂത്രത്തിൻ്റെ അളവ് ഒരു ദിവസം 24 അവേഴ്സിനകം ഒരു 2.5 ലിറ്ററിൽ നിൽക്കണം, അതിൽ കൂടുതലായിട്ട് കുടിക്കരുത്. അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറായിരിക്കണം. അത് കൂടുതൽ ഡാർക്ക് ആകാനും പാടില്ല, കൂടുതൽ ലൈറ്റ് ആകാനും പാടില്ല. ഇനി പറയാനുള്ളത്, ചില അസുഖങ്ങളുള്ളവർക്ക് ഈ വെള്ളത്തിൻ്റെ അളവ് സ്ട്രിക്റ്റായിട്ടും ഈ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രമേ കഴിക്കാവുള്ളൂ. ഒന്നാമതായിട്ട് CKD, ക്രോണിക്
കിഡ്നി ഡിസീസ്, അതുപോലെ ഹാർട്ട് ഫെയിലിയർ, ലിവർ ഫെയിലിയർ, ഈ അസുഖങ്ങളൊക്കെ ഉള്ളവർ വെള്ളത്തിൻ്റെ അളവ് ഡോക്ടർ പറയുന്ന അളവനുസരിച്ച് മാത്രമേ കുടിക്കാവൂ. അപ്പോൾ വാട്ടർ ഓവർലോഡിനെ പറ്റി ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ ഒന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.